നിലമ്പൂരിലെ തോൽവി ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. ശരിക്കുള്ള ഷോ 2026 കാണാനിരിക്കുന്നതേ ഉള്ളൂ. CPM കേന്ദ്രങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രചരിപ്പിക്കുന്ന ചില സന്ദേശങ്ങളുടെ ഒരു രത്നചുരുക്കം ഇങ്ങനെയാണ്. ശരിക്കും ഇത് വിശ്വസിക്കാമോ? CPMന്റെ ആവനാഴിയിൽ ഇനി എന്തോ പുതിയ അസ്ത്രങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അത് നമ്മുടെ സന്ദേശത്തിലെ കുമാരപിള്ള സാർ പറഞ്ഞ ഡയലോഗ് എനിക്ക് നോക്കുന്നത്. ഇതൊന്നും റാഡിക്കലായ ഒരു ചേഞ്ച് അല്ല. റാഡിക്കലായിട്ട് ചേഞ്ച് വരുന്നേ ഉള്ളൂ. നിലമ്പൂരെ തോൽവി ഒരു പ്രശ്നമേ അല്ല. അതൊക്കെ നമ്മൾ അതിജീവിക്കും. അതായത് നമ്മുടെ ബംഗാളിൽ അതിജീവിച്ചില്ലേ, അതുപോലെ ത്രിപുരയിൽ അതിജീവിച്ചില്ലേ, അതുപോലെ നിലമ്പൂരിലെ തോൽവിയും ഞങ്ങൾ അതിജീവിക്കും. വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് സ്വപ്നം കാണാനുള്ള എല്ലാ അവകാശവും CPMനില്ലേ. നമ്മളതങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുക? ഒരു നിലമ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത് PV അൻവർ ഫാക്ടർ. അവരത് എടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അൻവറിന്റെ ഒരു പ്രതിഭാസം കൊണ്ടുണ്ടായ ഒരു താൽക്കാലിക ക്ഷീണം മാത്രമാണ്. അതിനെ ഒരു ജനറൽ പ്രോസ്പെക്റ്റിൽ കാണേണ്ട കാര്യമില്ല എന്ന് CPM പറയുന്നതിൽ ഒരു ശരി ഇല്ലാതില്ലേ? അല്ല, തെറ്റാണ്. കാരണം 2 പ്രാവശ്യം അൻവർ അവിടെ ജയിച്ചു വന്നത് CPMന്റെ പിൻബലത്തിലാണ്. ശരി, നമ്പർ 1. നമ്പർ 2, അൻവറിന് CPMന്റെ വോട്ട് പിടിച്ചു മാറ്റാൻ കഴിഞ്ഞാൽ അതിനർത്ഥം CPM ശക്തമാണെന്നാണ്. CPM ദുർബലമല്ലേ? ആ അൻവർ CPMന്റെ വോട്ട് പിടിച്ചു മാറ്റി എന്ന് പറയുമ്പോൾ തന്നെ CPM ദുർബലമായി കഴിഞ്ഞു. ഒരു വ്യക്തിയാണ് അൻവർ. ഒരു പാർട്ടിയാണെങ്കിൽ പിന്നെയും നമുക്ക് സംബന്ധിച്ചു കൊടുക്കാൻ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് 2026 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്താണ് LDFന്റെ സ്ഥിതി? 99 സീറ്റ് ഉണ്ടായിരുന്ന LDFന് 98 കുറഞ്ഞു. അതൊരു മഹത്തായ കാര്യമൊന്നുമില്ല. നിയമസഭയിൽ അതൊരു മഹത്തായ കാര്യമല്ല. പക്ഷെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ എത്രമാത്രം മോറലായിട്ട് അത് ദുർബലമാക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ സംഭവിച്ചൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിലമ്പൂരിലെ തോൽവിയോടുകൂടി 2026 വീണ്ടും ഒരു തുടർഭരണം സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം നേതാക്കന്മാർ എത്ര വിശ്വാസം പ്രകടിപ്പിച്ചാലും അണികളുടെ വിശ്വാസം പോയി. അവർക്ക് ഉറപ്പില്ല. കാരണം കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന് അണികൾക്ക് മനസ്സിലായി. അപ്പോൾ ജയിക്കാൻ സാധ്യതയില്ല എന്ന് അണികളുടെ മനസ്സിൽ അറിഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന പ്രവർത്തനത്തിനകത്തുള്ള ഊർജത്തിൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. മനസ്സിലായി. നിസ്സാര കാര്യമല്ല അത്. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് CPM അല്ലെങ്കിൽ ഇടത് നേതാക്കന്മാർ ശക്തിയുക്തം ആവർത്തിക്കുന്നു. പക്ഷേ കോൺഗ്രസ് അത് ഡിനേ ചെയ്യുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം കാണുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശരിക്കും നിലമ്പൂരിൽ പ്രതിഫലിച്ചത് ഭരണവിരുദ്ധ തരംഗം തന്നെയാണോ? അല്ല, അതിനകത്ത് ഈ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ പിന്നെ നിലമ്പൂരിൽ എന്താണ് പ്രതിഫലിച്ചത്? കാരണം 2016 ആര്യാടൻ ഷൗക്കത്ത് അവിടെ തോറ്റ ആളല്ലേ. അതിനുശേഷം BV പ്രകാശൻ നിന്നു, അദ്ദേഹം അവിടെ തോറ്റ ആളല്ലേ. ഇപ്പം പിന്നെ നിലമ്പൂരുകാർ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കാനുള്ള കാര്യം എന്താണ്? അതും 19,000 വോട്ട് അൻവറിന് കിട്ടിയ സാഹചര്യത്തിൽ അപ്പം നിലമ്പൂരി പിന്നെ ഭരണത്തോട് അനുകൂലമായ വികാരം അലയടിച്ച് അങ്ങനെ കയറി വന്ന് തോറ്റുപോയാണോ? എന്താ കാരണം? വിജയരാഘവൻ പറയുന്നത് ഒരു 20,000-ൽ താഴെയാണ് M സ്വരാജ് വോട്ട് പിടിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രമാത്രമാണ് വോട്ട് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാമായിരുന്നു ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളത്. ഇത്രയും വോട്ട് കിട്ടിയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വികാരമില്ല, അതിനെ പാടെ ഇഗ്നോർ ചെയ്യുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. അത് എത്രമാത്രം ഒരു അംഗീകരിക്കാൻ എത്രമാത്രം നമുക്ക് കഴിയുമെന്ന് ആലോചിക്കണം. ഇതിനകത്തൊരു ചിത്രത്തിലേ ഇല്ലാത്ത ഒരു പാർട്ടിയായിരുന്നു പിന്നെ BJP. BJP 8,000 വോട്ട് പിടിച്ചില്ലേ. ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് വിചാരിച്ചിരുന്ന BJP 8,000 വോട്ട് പിടിച്ചു. പക്ഷെ BJPക്ക് 10,000 വോട്ടിനുള്ളിൽ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. ഹിന്ദുക്കൾ താമസിക്കുന്ന മേഖലകളിലെ സുനിൽ P. ഇളയിടത്തിനെ കൊണ്ട് CPM ഒരു പ്രചരണം നടത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ BJPക്കാരെങ്കിലും അദ്ദേഹത്തിന് വണ്ടിക്കൂലി കൊടുത്തിരുന്നെങ്കിൽ, അദ്ദേഹം വന്ന് 2-3 പ്രസംഗങ്ങൾ കാച്ചിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വന്ന സാംസ്കാരിക ഒന്നും ഗുണമുള്ള കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം സുനിൽ P. ഇളയിടം വന്നാൽ എനിക്ക് ഉറപ്പാണ് ഹിന്ദുക്കൾ താമസിക്കുന്നിടത്ത് അവിടെ ചെല്ലണം, അത് CPMന് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടാൽ കണ്ണുമടച്ച് ഒരു 10,000-12,000 വോട്ട് അവർക്ക് കിട്ടുമായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് 20,000 വോട്ടിൽ താഴെ ആയിരുന്നു കിട്ടിയിരുന്നത് എങ്കിൽ സ്വരാജിന് അല്ലെ ഭരണവിരുദ്ധ വികാരം വന്നു, CPMന്റെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോയി എന്ന് നമുക്ക് കരുതാം. എന്ന് പറയുമ്പോൾ അവർ മനസ്സിലാക്കണം, എത്രയോ കാലമായി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് BJP. BJP ഒരിക്കലും അധികാരത്തിൽ വരത്തില്ല എന്നറിയാം. BJP ഇതിനകത്ത് ചിത്രത്തിലേ ഇല്ല. എന്നിട്ടും അവർക്ക് 8,000-ലധികം വോട്ട് കിട്ടിയില്ലേ. നിസ്സാര കാര്യം. അപ്പം BJPയും CPMും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വിജയരാഘവന്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ CPMന്റെ പരമാവധി സ്വാധീനം 20,000-ൽ അദ്ദേഹം ഉറപ്പിച്ചു നിർത്തുമ്പോൾ BJPയുടെ സ്വാധീനം 8,000-ലധികമാണ് അന്ന് അവർ തെളിയിക്കുകയും ചെയ്തില്ലേ. അതുകൊണ്ട് വിജയരാഘവന്റെ ഒരു അഭിപ്രായം ഒരു അത്ര ബുദ്ധിപൂർവമായൊരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും 2026 പോയിന്റിൽ ഇവർ
പ്രവർത്തിക്കുമ്പോൾ CPM ചില മാറ്റങ്ങൾ ഒക്കെ അവർ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്തായിരിക്കാം ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ 2026 പ്രോസ്പെക്റ്റിൽ CPMൽ അല്ലെങ്കിൽ ഇടതു മുന്നണിയിൽ വന്നേക്കാവുന്ന മാറ്റങ്ങൾ? താങ്കളുടെ റീഡിംഗ് എന്താണ്? അതിപ്പോഴേ ഇടതു മുന്നണിയിലേക്ക് അവർ പുതിയതായിട്ട് കൊണ്ടുവന്ന PDP ആണ്. വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ് PDP എടുത്തിരിക്കുന്നത്. കാരണം ഈ PDPക്ക് ഇപ്പോൾ ചോദിക്കാൻ പറയാനും ആരുമില്ല. PDP ഒറ്റ നേതാവിൽ കേന്ദ്രീകൃതമായിരുന്നു. അത് അബ്ദുൽ നാസർ മദനിയാണ്. അദ്ദേഹം ഇപ്പോൾ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ വരാനൊക്കാത്ത വിധത്തിൽ അനാരോഗ്യവാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് രംഗത്ത് വരാൻ പറ്റില്ല. അപ്പോൾ PDP എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ PDPയെ ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ ആടിനെ പട്ടിയാക്കാൻ CPMകാരേക്കാൾ നല്ല ആളുകളില്ലല്ലോ. അപ്പോൾ ഇവർ ഇതെടുത്ത് വെച്ചിട്ട് ഇനിയും അത്യാവശ്യം ഇനിയും അവർ ചെയ്യാൻ പോകുന്നത് PDPയുടെ മഹത്വം പ്രചരിപ്പിക്കാൻ തുടങ്ങും. നിങ്ങൾ വിചാരിക്കുന്നതല്ല PDP പിന്നോക്കക്കാർക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി, ന്യൂനപക്ഷത്തിന് വേണ്ടിയൊക്കെ നിൽക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഉജ്ജ്വലമായൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണെന്ന് അവർക്ക് പറയാം. പക്ഷെ അവിടെ അവർക്കൊരു ചെറിയ പ്രശ്നമുള്ളത്, മദിനയെ പിടിച്ച് ജയിലിലിട്ടു എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ആളാണ് EK നായനാർ. മദിനയെ ജയിലിൽ പിടിച്ചിടുന്നത് അവരാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളോടാണ് ഇത് പറയുന്നതെന്ന് ആലോചിച്ചു. പക്ഷേ അവിടെ ഒരു സ്പേസ് ഇവർക്കുള്ള എന്താണെന്ന് ചോദിച്ചാൽ PDPയുടെ സ്ഥാനാർത്ഥി ആര് വേണമെന്ന് CPMന് തീരുമാനിക്കാം. കാരണം PDP ദുർബലമാണ്. പിന്നെ AKG സെൻറ്റർ മീറ്റിംഗ് കൂടുമ്പോൾ, അപ്പോൾ പാർട്ടി മീറ്റിംഗ് കൂടുമ്പോൾ എല്ലാവരും വലത്തോട്ട് മുണ്ടെടുത്തിരുന്ന് വളരെ ഗൗരവമായിട്ട് ജനാധിപത്യ വിപ്ലവം നമുക്കിവിടെ എങ്ങനെ വരുത്തണം, പാവപ്പെട്ടവരെ എങ്ങനെ ഉദ്ധരിക്കാം, അടിസ്ഥാന വർഗത്തിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നൊക്കെയുള്ള ചർച്ചകൾ, അതനുസരിച്ചുള്ള നയരൂപീകരണങ്ങൾ നടത്താം. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ മുറിയിലോട്ട് പോയിരുന്ന് ഇടത്തോട്ട് മുണ്ടെടുത്ത് തൊപ്പിയും വെച്ച് PDPയുടെ സ്ഥാനാർത്ഥിയും തീരുമാനിക്കും. ഇത്രയും വലിയൊരു മഹാഭാഗ്യം എങ്ങനെ ഇടതുപക്ഷത്തിന് കിട്ടുന്നത്? PDPയേക്കാൾ അനുയോജ്യമായ ഒരു പാർട്ടി അവർക്ക് എവിടെയാണ് കിട്ടുന്നത്? അപ്പോൾ അത് അവർ ചെയ്യാൻ പോകുന്നത് അടുത്ത് വരുന്ന 2026 തിരഞ്ഞെടുപ്പിൽ ലീഗിനെതിരെ അവർ ചെയ്യുന്നത് കൃത്യമായി പൊതുസമ്മതിയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി ഒന്നുകിൽ PDPയുടെ സ്വതന്ത്രനായിട്ടോ അല്ലെങ്കിൽ PDP സ്ഥാനാർത്ഥിയായിട്ടോ ഒക്കെ അവർ നിർത്തും. അപ്പോൾ അബ്ദുൾ റഹ്മാനെ നിർത്തിയില്ലേ? അബ്ദുൾ റഹ്മാൻ കോൺഗ്രസ്സുകാരനാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിനെ നിർത്തി ജയിപ്പിച്ചല്ലോ എന്തായാലും. അപ്പോൾ അത്തരത്തിൽ പൊതുസമ്മതിയുള്ള ആളുകളെ കൊണ്ട് നിർത്തിയിട്ട് അവരുടെ വോട്ട് വാങ്ങിച്ച് ലീഗിനെ തോൽപ്പിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. വരാൻ പോകുന്ന 2026 തിരഞ്ഞെടുപ്പിൽ അവർ UDFനെ നിർത്തിപ്പൊരിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധമാണ്. ജമാഅത്തെ ഇസ്ലാമിയുള്ള ബന്ധത്തിന് UDFന് വലിയ വില കൊടുക്കേണ്ടി വരും. അവിടെ 2026 അധികാരം താരത്തിൽ വെച്ച് VD സതീശന് കൊടുക്കുമെന്ന് കോൺഗ്രസ്സുകാർ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതത്രമാത്രം യാഥാർത്ഥ്യമാകും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. മനസ്സിലായി. അപ്പോൾ ഇതിൽ PDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ആകെയുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് അബ്ദുൽ നാസർ മദനിയാണ്. അദ്ദേഹമാണെങ്കിൽ അനാരോഗ്യവാനാണ്, ജയിലിലാണ്, അദ്ദേഹത്തിന് ഇനി ഒരു സ്പേസ് ഇല്ല. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് CPMൻ്റെ ഒരു B ടീമായിട്ട് PDP അവർ ജില്ലാതലത്തിൽ തന്നെ വളർത്തിക്കൊണ്ടുവരും. ഇവിടെ നിന്ന് കുറച്ച് ന്യൂനപക്ഷ നേതാക്കന്മാരെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്തുകൊണ്ട് പാരലലി ഒരു പുതിയൊരു സംവിധാനമായി, ഒരു ലീഗിന് ബദലായിട്ടുള്ളൊരു ന്യൂനപക്ഷ സംവിധാനമായിട്ട് ഇതിനെ വളർത്തും എന്നാണ് താങ്കൾ പറയുന്നത്. അത് നേരത്തെ കമ്മ്യൂണിസ്റ്റുകാർ പരീക്ഷിച്ചു. ശരി, പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴും അബ്ദുൾ നാസർ മദനി എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹത്തെ കണ്ടുകൊണ്ട് എത്ര പേർ PDPക്കൊപ്പം നിൽക്കും എന്നുള്ളൊരു ചോദ്യമില്ലേ? അബ്ദുൾ നാസർ മദനി ഒരു കാലഘട്ടത്തിൽ ലീഗിൻ്റെ കോട്ടകളിൽ ചലനം സൃഷ്ടിച്ച ആളാണ്. മദനിയുടെ ഒരു തേരോട്ടമാണ് കുഞ്ഞാലിക്കുട്ടിയെയും MK മുനീറിനെയും ET മുഹമ്മദ് ബഷീറിനെയും ഒക്കെ തോൽപ്പിച്ചത്. മദനിയുടെ ഒരു തേരോട്ടമായിരുന്നു. മദനി ശക്തനല്ല, പറഞ്ഞു വന്നത് മദനിക്ക് അത്രയും ആളുകളെ അവിടെ മൊബിലൈസ് ചെയ്യാൻ പറ്റി. ലീഗിന്റെ കോട്ടയിൽ കയറി അത്രയും ആളുകളെ മൊബിലൈസ് ചെയ്യാൻ മദനിക്ക് പറ്റിയില്ലേ? ജയിക്കാൻ പറ്റിയില്ല, പക്ഷെ തോൽപ്പിക്കാൻ പറ്റി. നിസ്സാര കാര്യമാണോ അത് കഴിഞ്ഞു. എങ്ങനെ മദനി ലീഗിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു? ലീഗിന് തീവ്രവാദം പോരാ. ലീഗ് ഹിന്ദുക്കളുമായി സഖ്യം ചെയ്യുന്നു. അതായിരുന്നു മദനിയുടെ പരാതി. INLന്റെ പരാതി എന്തായിരുന്നു? INL പറഞ്ഞത് ബാബറി മസ്ജിദ് തകർന്നു കഴിഞ്ഞപ്പോൾ കലാപം ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞാണ് ലീഗുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരുന്നത്. അല്ല, ലീഗിനകത്ത് മറ്റൊരു അഭിപ്രായ വ്യത്യാസമില്ല. ആളുകളെ കൊല്ലാൻ ലീഗ് ഇറങ്ങിയില്ല, ബാബറി മസ്ജിദ് തകർന്നു. അതിനുവേണ്ടിയാണ് ഈ അഹമ്മദ് തേവർ ഗോഹിലിൻ്റെ പാർട്ടി ഇറങ്ങി പോകുന്നത്, ലീഗിൻ്റെ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ ഇവിടെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയം മാറി, അന്തർദേശീയ രാഷ്ട്രീയം മാറി. അതിൻ്റെ റിഫ്ലക്ഷൻസ് കേരള രാഷ്ട്രീയത്തിലും വരാൻ തുടങ്ങി. ഇത് മുമ്പും പരീക്ഷിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അന്വേഷിച്ച് ചോദിച്ച ചോദ്യം മുമ്പും പരീക്ഷിച്ചിട്ടുള്ളതാണ്. EMS കുറച്ച് മുസ്ലിങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ച് അതിൽ കുറേ പേര് ലീഗുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ മുന്നേ നിർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി, ഡെമോക്രാറ്റിക് മുസ്ലിം ലീഗ്. അപ്പോൾ ആ പാർട്ടിയിൽ ഇത്തരം ആളുകളെ, അതായത് പൊതുസമ്മതരായ ആളുകളെ നിർത്തി ലീഗിനെ ദുർബലമാക്കാമെന്നാണ് EMS കണക്ക് കൂട്ടിയത്. പക്ഷേ അതിനെ മലബാറുകാർ പറഞ്ഞത് തണ്ണിമത്തൻ ലീഗ് എന്നാണ്. തണ്ണിമത്തൻ ലീഗ് എന്നാണ് പുറമേ നോക്കിയാൽ പച്ച നിറമാണ്, മുറിച്ച് കഴിയുമ്പോൾ ചുവപ്പാണ്. അപ്പോൾ തണ്ണിമത്തൻ ലീഗിനൊന്നും അവരെടുത്തില്ല. രണ്ടാമത്തെ കാര്യം, അതുവരെ ലീഗിൻ്റെ രാഷ്ട്രീയത്തെ
കോൺഗ്രസും അതുപോലെ തന്നെ CPM ഉപയോഗിച്ച് വരുമ്പോൾ ഇവിടെ ഹിന്ദുക്കൾ സ്കാറ്റേഡ് ആയിരുന്നു. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവ് ഇന്ത്യ ഭരിക്കുന്നില്ല. BJP ശക്തമായ രാഷ്ട്രീയ പാർട്ടി അല്ല. BJP തന്നെ അന്ന് ജനസംഘം ഉണ്ടായിരുന്നു. പിന്നെ BJP ആയപ്പോഴും ഒരു 86% വോട്ട് കിട്ടത്തില്ല. ഇപ്പോൾ ഇവരുടെ ആരുടെ സഹായത്തിലെ 20% വോട്ട് BJP പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് തൃശ്ശൂർ ഒരു MLA സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഹിന്ദുക്കൾ അനാഥരല്ലെന്നും നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്നും BJP ഉറപ്പ് കൊടുക്കുമ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ പോലെ ബാബറി മസ്ജിദ് തകർത്തതിന് കലാപത്തിന് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന INL അതുപോലെ തന്നെ അബ്ദുൽ നാസർ മദനിയുടെ PDPയുമായിട്ട് സഖ്യം ചെയ്തുകൊണ്ട് ജനകീയ ജനാധിപത്യ വിപ്ലവവും മതേതര സങ്കല്പങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ എന്താ അരിയാഹാരം കഴിക്കുന്നവരല്ലേ? പക്ഷെ ഒരു സംശയമുള്ളത്, ഈ PDPയെ ചേർത്തുകൊണ്ടുള്ള ഈ ഒരു ഡബിൾ ഗെയിം ഇത് നിലമ്പൂരിൽ പരാജയപ്പെട്ടു. നിലമ്പൂരിലെ ജനങ്ങൾ LDFനെ അല്ലെങ്കിൽ CPMനെ വിശ്വസിച്ചില്ല. ഇതേ തിയറി അല്ലെങ്കിൽ ഇതേ സ്ട്രാറ്റജി ഇവർ സംസ്ഥാനം ഒട്ടുക്ക് നടപ്പാക്കിയാൽ വിജയിക്കുമെന്ന് എന്താ ഉറപ്പ്? ഒരുറപ്പുമില്ല. ഇതിനകത്ത് കൈവിട്ട കളിയാണ് തീർച്ചയായിട്ടും. CPMന് വേറെ മാർഗമില്ല. അനീഷ് മനസ്സിലാക്കേണ്ടത് CPM വളരെ ദുർബലമായി കഴിഞ്ഞു. CPM ദുർബലമായി കഴിഞ്ഞാൽ CPIയുടെ കാര്യം പറയണ്ട, പണ്ടേ ദുർബല, ഇപ്പൊ ഗർഭിണി കൂടായി. കാരണം ബിനോയ് വിശ്വം നയിക്കുന്നത്. അപ്പൊ ഇനി നാശത്തിലേക്ക് അധികം പോകാൻ അധികം ദൂരമില്ല. അദ്ദേഹം ക്ഷുഭിതനാകുന്നു. അദ്ദേഹം കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്ഷുഭിതനായിട്ട് വല്ല കാര്യമുണ്ടോ? പാർട്ടി അണികൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം ക്ഷുഭിതനായിട്ട് കാര്യമില്ലല്ലോ. അപ്പം ബിനോയ് വിശ്വം വളരെ ദുർബലനാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദൻ മാസ്റ്ററും ദുർബലനാണ്. കാരണം ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതല്ല പാർട്ടിയുടെ അഭിപ്രായം എന്ന് പിണറായി വിജയൻ പറഞ്ഞില്ലേ? അപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി പറഞ്ഞതല്ല പാർട്ടി അഭിപ്രായം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പദവി മാറ്റിവെക്കാം. പിണറായി വിജയൻ പറയുമ്പോൾ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അതേപോലെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ഗോവിന്ദൻ മാസ്റ്റർ. അപ്പോൾ പാർട്ടി സെക്രട്ടറിയെ തന്നെ മറ്റൊരു പോളിറ്റ് ബ്യൂറോ മെമ്പർ, മുഖ്യമന്ത്രി എന്നുള്ള ഞാൻ മാറ്റി നിർത്തുന്നു, മറ്റൊരു പോളിറ്റ് ബ്യൂറോ മെമ്പർ തള്ളിപ്പറഞ്ഞ ഒരു സ്ഥിതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പാർട്ടി സെക്രട്ടറിയാണ് എല്ലാം. പാർട്ടി ഒരു സെക്രട്ടറി സെൻറ്റേഡാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ഇവിടെ സെക്രട്ടറി സെൻറ്റേഡ് ആയിട്ട് പോകുമ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ സെൻറ്റേഡ് ആയിട്ട് പോകുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും? മനസ്സിലായി. അപ്പോൾ CPMന് നിൽക്കക്കളി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവർ കൈവിട്ട കളി കളിക്കുന്നു എന്ന് താങ്കൾ പറയുന്നു. പക്ഷേ അത് നമ്മൾ മുഖവിലേക്ക് എടുക്കുമ്പോൾ CPIയുടെ ഒരു സ്റ്റാൻഡ് എന്തായിരിക്കും? അതായത് അവർക്ക് ഈ പറയുന്നത് പോലെ LDFലേക്ക് പുതിയതായിട്ട് PDPയെ ഉൾപ്പെടുത്തി വ്യാവസായിക അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഒരു പ്ലാൻ B കളിക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ പ്ലാൻ B അല്ലെങ്കിൽ ഒരു രണ്ടാമൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന CPI അതിനോട് യോജിക്കുമോ, ഇട്ടെറിഞ്ഞിട്ട് പോകുമോ? മനുഷ്യൻ, ഞങ്ങളുടെ നാട്ടിലെ ഒരു പഴമൊഴി ഉണ്ടായിരുന്നു, ആവതില്ലാത്തവന് കോപം വന്നാൽ ചാവതേ ഫലം. ഇദ്ദേഹത്തിന് ബിനോയ് വിശ്വത്തിന് കോപം വന്നാൽ CPIയുടെ സെക്രട്ടറിയേറ്റിൽ കോപം ഒതുങ്ങി. ആ പാവങ്ങളത് കേട്ടോണ്ടിരിക്കും. അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അവരത് കേട്ടോണ്ടിരിക്കും. CPIക്ക് എന്ത് ചെയ്യാൻ കഴിയും? CPIയുടെ തകർച്ച അനീഷ് പരിശോധിച്ചാൽ തുടങ്ങുന്നത് PK വാസുദേവൻ നായരെന്നാണ്. PK വാസുദേവൻ നായർ എന്ന് പറയുന്ന ആൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി. പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്ന അദ്ദേഹം ഈ CPIയുടെ വളർച്ചയ്ക്ക് ഒരു ആണി അടിച്ചു പോയി, ഒരാപ്പടിച്ചു പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് അദ്ദേഹം പിന്നെ നമ്മുടെ വെളിയം ഭാർഗവനെ എടുത്തു. അതോടുകൂടി CPIയുടെ അധപതനം തുടങ്ങുകയാണ്. അതേസമയം PK വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി പിന്നെ CK ചന്ദ്രപ്പനെ എടുത്തിരുന്നുവെങ്കിൽ CPIന് തുല്യമായ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വളരുമല്ല, ഒരു പവർഫുൾ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് വന്ന് അതിൻ്റെ ഒരു സ്പേസ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിനി CK ചന്ദ്രപ്പൻ. CK കുമാരപ്പണിക്കരുടെ മകനാണ്, ധീരനായ നേതാവാണ്, JNUവിൽ പഠിച്ച ആളാണ്, വലിയ വിദ്യാസമ്പന്നനും സംസ്കൃതജിത്തനും നല്ല ഒന്നാന്തരം നേതാവാണ് CK ചന്ദ്രപ്പൻ. പൊതുസമൂഹം അംഗീകരിക്കുന്ന നേതാവാണ് CK ചന്ദ്രപ്പൻ. അത്തരം ആരെങ്കിലും ഇപ്പോൾ CPIയിൽ ഉണ്ടോ ആലോചിച്ച് നോക്കണം. അപ്പോൾ CK ചന്ദ്രപ്പൻ അവസരം കൊടുക്കാതെ വെളിയം ഭാർഗവന് അവസരം കൊടുത്ത PK വാസുദേവൻ നായർ ആദ്യത്തെ അടിയടിച്ചു CPIയുടെ വളർച്ചയ്ക്ക്. രണ്ടാമത് CPIയുടെ വളർച്ചയ്ക്ക് അടിയടിച്ചത് കാനം രാജേന്ദ്രനാണ്. കാനം രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ എഴുതി വെച്ചു, അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ CPIയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പുണ്യം കിട്ടണമെങ്കിൽ ബാക്കി ബലികർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് ബിനോയ് വിശ്വമാണ്. സാന്ദർഭികമായിട്ടൊന്ന് ചോദിക്കുകയാണ്, ഈ ഒരു വിൽപത്രം ഞാൻ കണ്ടിട്ടില്ല, കണ്ട നേതാക്കന്മാരെ ആരെയും കണ്ടിട്ടുമില്ല. താങ്കൾ ഈ ഒരു വിൽപത്രത്തിൽ കാനം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നേരിട്ട് കണ്ട് വായിച്ച് ബോധ്യപ്പെട്ട ഏതെങ്കിലും ഒരു CPI നേതാവിനെ താങ്കൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു സങ്കല്പമല്ലേ? ഇത് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് രാജയല്ലേ? രാജാന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ ഡൽഹിയിൽ, വല്ലപ്പോഴും പുള്ളി ഇവിടെ വരും. ഏറ്റവും വലിയ രസം MN സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം വന്നു കഴിയുമ്പോഴേ അത് ചെയ്തത് ബിനോയ് വിശ്വമാണ്. രാജയെ ഇങ്ങോട്ട് വിളിച്ചു പോലുമില്ല. ആ പാവത്തിനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സഹതാപം തോന്നും. ഒരു പാർട്ടി നേതാവിനെ ഇത്രയും വലിയൊരു ഗതികേട് വന്നത് ലോകത്തെവിടെയും ഞാൻ കണ്ടിട്ടില്ല. അത്ര ഗതികേടാണ് രാജയുടെ സ്ഥിതി. ആരും അദ്ദേഹത്തിനെ മൈൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു റോളുമില്ല. അജയ് ഭവനിൽ പോയിരുന്നിട്ട് എന്തോ ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. പാവം ഇങ്ങനെ കറങ്ങി നടക്കുക. ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, അപ്പം
കാനം രാജേന്ദ്രൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രകാശ് ബാബുവിന് അവസരം നിഷേധിച്ച് ബിനോയ് വിശ്വത്തിന് കൊടുത്തപ്പോൾ തന്നെ CPIയുടെ വളർച്ച മുരടിച്ചു കഴിഞ്ഞു. അതേസമയം പ്രകാശ് ബാബു ആയിരുന്നു വന്നിരുന്നതെങ്കിൽ ഒരു പക്ഷേ CK ചന്ദ്രപ്പന് ശേഷം അദ്ദേഹത്തിന്റെ ലെവലിലൊന്നും ഒരിക്കലും പ്രകാശ് ബാബു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും കുറച്ചുകൂടെ ശക്തിപ്പെട്ടെ CPI മനസ്സിലായി. ഇപ്പോൾ എന്തായാലും പിണറായി വിജയൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയുന്നത് 2026 വരെ എന്തൊക്കെയോ മാജിക് കാണിക്കും, തിരിച്ചു വരും, നിലമ്പൂരൊന്നും ഒരു പാഠമല്ല എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാടായി മനസ്സിലാക്കേണ്ടത്. അതവിടെ നിൽക്കട്ടെ. UDF-ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ VD സതീശൻ ചരട് കയ്യിലെടുത്ത് കഴിഞ്ഞു. അദ്ദേഹം പുറത്തുനിന്ന് ആരൊക്കെ കൊണ്ടുവരും, UDF-നെ ശക്തിപ്പെടുത്തും, കോൺഗ്രസിനെ ശക്തിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് കുറേയധികം സ്ട്രാറ്റജീസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ LDF-നെ ശക്തിപ്പെടുത്താനായിട്ട് CPM-ന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ LDF കൺവീനർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് എന്തൊക്കെ പ്രതീക്ഷിക്കാം, എന്തൊക്കെ മാറ്റങ്ങളാകാം 2026 മുന്നേ LDF-ൽ സംഭവിക്കുക, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. LDF നമ്മളൊന്ന് പരിഗണിച്ച് നോക്കിയാലേ CPM ഒഴിച്ച് ബാക്കി പാർട്ടികളെല്ലാം വളരെ ദുർബലരാണ്. CPI ഇല്ലാതായിക്കൊണ്ടിരിക്കുക, വംശനാശം വന്നുകൊണ്ടിരിക്കുക CPI. പിന്നെ വരുന്ന ഏതാണ്? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നമ്മൾ നോക്കിയാൽ കെ മാണി സാറിൻ്റെ നേതൃത്വവും ജോസ് കെ മാണിയുടെ നേതൃത്വം തമ്മിൽ നമ്മളൊന്ന് തട്ടിച്ചു നോക്കണം. ജോസ് കെ മാണി കേരളത്തിലെ പൊതുസമൂഹം സീരിയസ് ആയിട്ട് എടുക്കുന്ന നേതാവേ അല്ല. അദ്ദേഹത്തിന് ഒരു തൻ്റേതായ സ്പേസ് ഉണ്ടാക്കാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞില്ല. ഇപ്പോൾ പാർട്ടിയുടെ കാര്യം തീരുമാനിക്കുന്ന ആരാണ്? റോഷി അഗസ്റ്റിനാണ്. ആളുകൾ കാര്യം കാണേണ്ടത് റോഷി അഗസ്റ്റിനാണ്, മന്ത്രിയാണ് കാണേണ്ടത്, അല്ലാതെ പാർട്ടി ചെയർമാനെ കണ്ടുകൊണ്ടത് കാര്യം സാധിക്കേണ്ടത്. 2, മാണി സാറ് പാർട്ടി ചെയർമാനായിട്ട് ഒരാളെ വെച്ചാലും മാണി സാറിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ പാർട്ടിയെ നിയന്ത്രിക്കാൻ മാണി സാറിന് പറ്റുമായിരുന്നു. അത്തരം ഒരു ഇച്ഛാശക്തിയുള്ളൊരു നേതാവ് അല്ല ജോസ് കെ മാണി. അദ്ദേഹം സൗമ്യനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിനെ നയിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശേഷി അദ്ദേഹത്തിന്, അതിനൊരു ലീഡർഷിപ്പ് അദ്ദേഹത്തിനുള്ള ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം സൗമ്യനായ ഒരാളാണ്. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഒരു ഇതായി. പിന്നെ വേറെ ഉണ്ടൊരു പണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് മാതൃഭൂമി വരുന്നൊരു പാർട്ടി ഉണ്ട്, അതിൻ്റെ പേര് പണ്ട് ലോകതാന്ത്രിക് മഹാതാന്ത്രിക് അങ്ങനെ കണ്ടായിരുന്നു. ഈ എന്തുകൊണ്ട് ശ്രേയാംസ് കുമാറിൻ്റെ ഒരു പാർട്ടിയെ പുള്ളി ഒരു ദിവസം വന്ന് പിന്നെ ഈ സമ്മേളനം പച്ച നീല ടീഷർട്ട് ഇട്ടെടുക്കും, ചില കഴിയുമ്പോൾ നീല ടീഷർട്ട് ഇട്ടെടുക്കും. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ കോൾമേർ കൊള്ളിക്കുന്ന പ്രഖ്യാപനം അത് മാതൃഭൂമിയുടെ ഫ്രണ്ടിൽ അച്ചടിച്ച് വരും. 4-5 പടം മാതൃഭൂമിയിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വരും. പിന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനം വരും, അദ്ദേഹത്തിൻ്റെ മോഡൽ ലേഖനം വരും. മാതൃഭൂമി എന്തായാലും ജഗപോയെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ മാതൃഭൂമി സംഭവം കളിക്കുന്നുണ്ട് കാര്യങ്ങൾ. അപ്പം അതാണ് വേറൊരു പാർട്ടി. ഈ ശ്രേയാംസ് കുമാർ 99 പേര് ജയിച്ചപ്പോഴും കൽപ്പറ്റയിൽ നിന്ന് 8 നിലയെ പൊട്ടിയവനാണ്. അതാ മനസ്സിലായി, 8 നിലയെ കൽപ്പറ്റയെ പൊട്ടിയവനാണ്. ആദ്യം തോൽപ്പിച്ചത് അവിടുത്തെ ഒരു മാർക്സിസ്റ്റ് പാർട്ടി ക്ഷീരകർഷകനായിരുന്നു. അപ്പോൾ അതിനകത്ത് മറ്റേ പാനൂർ കുറുപ്പിൻ്റെ മോനെ പിന്നെ മോഹൻ, അദ്ദേഹത്തിന് അവിടെ കുറേ സ്വാധീനമുള്ളതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുന്നല്ലാതെ, പിന്നെ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ടാണ് രക്ഷപ്പെടുന്നത്, അല്ലാതെ ലോകതാന്ത്രിക് മഹാതാന്ത്രികനെ കണ്ടുകൊണ്ട് ആരും വോട്ട് ചെയ്യും. അതാണ് അതിന്റെ സ്ഥിതി. പിന്നെ അവിടെ ഏത് ഘടകകക്ഷി ഉണ്ടെന്ന് പറയാം. പിന്നെ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ പാർട്ടി, കടന്നപ്പള്ളിയെ കാണാൻ ഒരു അഴകുണ്ടെങ്കിലും അത് മതി, സിംഹം ഒറ്റയ്ക്ക് വന്നാൽ പോരെ, എന്തിനാ എല്ലാവരും കൂടെ വരുന്നത്. അപ്പോൾ അതാ കടന്നപ്പള്ളിയുടെ സ്ഥിതി. പിന്നെ ആന്റണി രാജുവിന്റെ പാർട്ടി, അത് നമ്മുടെ പിന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലെ തീരദേശ ബെൽറ്റിലെ ഒരു പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഒരു വാർഡിൽ ഒതുങ്ങിയിരിക്കുന്ന പാർട്ടിയാണ് അത്. എവിടെയാണ് പത്തനാപുരത്ത് ഒരു പാർട്ടിയുണ്ട്. പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ ഒരു പാർട്ടിയുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പാർട്ടിയും കൊണ്ട് എങ്ങനെ ഇടതുപക്ഷത്തിന് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ CPM-ന്റെ ധന കൊണ്ടും CPM-ന്റെ ആൾബലം കൊണ്ടും അവരുടെ സ്വാധീനം കൊണ്ടും അവർക്ക് പിന്നെ വലിയൊരു നെറ്റ്വർക്കുണ്ട്. കുടുംബശ്രീ അവരുടെ കയ്യിലാണ്, ഉദ്യോഗസ്ഥന്മാർ അവരുടെ കയ്യിലാണ്, DYFI പോലുള്ള ബഹുജന സംഘടനകളുണ്ട്, SFI ഉണ്ട്. അവർക്ക് വലിയൊരു നെറ്റ്വർക്കുണ്ട്. ആ നെറ്റ്വർക്ക് ഉപയോഗിച്ച് നിൽക്കാം എന്നുള്ളതല്ലാതെ ഘടകകക്ഷിയിലില്ലല്ലോ ഇവിടെ. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. പ്രത്യേകിച്ച് സ്വരാജിൻ്റെ തോൽവി നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം സ്വരാജ് പല്ലവി പറഞ്ഞ പോലെ പരന്ന വായനയുള്ള ആളാണ്, മാർക്സിന് ശേഷം കണ്ട ബുദ്ധിജീവിയാണ്, ദാർശനികനാണ്, ചിന്തകനാണ്. അപ്പോൾ നമ്മളൊരു കണക്കൂട്ടൽ എടുക്കാമെങ്കിൽ ഈ സോക്രട്ടീസിൻ്റെ ഒരു ലെവൽ വരുന്ന ആളാണ് സ്വരാജും. അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് സോക്രട്ടീസ് മാർക്സിനെക്കാൾ ഇച്ചിരി മുകളിലെന്ന് തോന്നുന്നു സ്വരാജിൻ്റെ. സോക്രട്ടീസ് കഴിഞ്ഞാൽ അതാണ്. പിന്നെ പ്ലേറ്റോ, കൺഫ്യൂഷ്യസ്, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നൊരു പേഴ്സണാലിറ്റിയാണ്. പക്ഷേ ഈ സോക്രട്ടീസിനെ അദ്ദേഹത്തിൻ്റെ വാർഡിലെ ആളുകൾ തോൽപ്പിച്ചു. വാർഡിൽ സോക്രട്ടീസും ഈ പിന്നെ നമ്മുടെ സ്വരാജും ആര്യാടൻ ഷൗക്കത്തും കൂടെ അദ്ദേഹം താമസിക്കുന്ന പഞ്ചായത്തിലെ വാർഡിൽ നിന്നിരുന്നെങ്കിൽ സ്വരാജ് തോറ്റുപോകുമായിരുന്നു. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത്, ഒരുത്തനെ അംഗീകരിക്കേണ്ടത് എവിടെയാണ്? അവൻ്റെ ജന്മനാട്ടിലല്ലേ, അവൻ്റെ ജന്മനാട്ടിൽ അംഗീകരിക്കണ്ടേ? അതിൽ താമസിക്കുന്ന സ്വന്തം പഞ്ചായത്ത് ജയിക്കാൻ കഴിയാതെ വന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇറക്കിയിരിക്കുന്നു, എന്തോ പിന്നെ സംഘികളും പിന്നെ ഇവർ പിന്നെ ഫണ്ടമെൻ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത് താലിബാനിസ്റ്റുകളും എല്ലാം കൂടെ ചേർന്നാണ് അദ്ദേഹത്തിനെ തോൽപ്പിച്ചത്. അദ്ദേഹം താലിബാനിസ്റ്റുകളുടെ കൂടെ അല്ലായിരുന്നു, ഹമാസിനോട് നിർത്താം. ഹമാസിന് വേണ്ടി കവിത എഴുതിയാണ്, ഇതെന്താ പറയാനുള്ള അവകാശം എന്താണ്? ഇത് ശാപമാണ്. സ്വരാജിന് കേരള രാഷ്ട്രീയത്തിൽ ഇതെന്നാ, ചില ആളുകൾ ഈ ശാപം ഏറ്റുവാങ്ങുന്ന ആളുകളുണ്ട്. അത് നമുക്ക്, ഞാനൊരു ദൈവവിശ്വാസിയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ സ്വരാജിന് കേരള രാഷ്ട്രീയത്തിൽ സ്പേസ് ഞാൻ കാണുന്നില്ല. ഇനി സ്വരാജിന് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിജീവി
MA ബൂത്ത് TV അല്ലായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് ഒരു ഇച്ചിരി താടിയൊക്കെ വളർത്തി AKG പഠന ഗവേഷണ ഗവേഷണ കേന്ദ്രത്തിൽ കേന്ദ്രം ചുമതലയിട്ടിട്ട് ഒരു നല്ലൊരു തുണിസഞ്ചി തോളെ തൂക്കാം, ഇച്ചിരി താടി വളർത്തണം, എന്നിട്ട് ചിന്തകനാകണം, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ അണികളെ ഒന്ന് ഉത്തേജിപ്പിക്കാം, ആഹ്വാനം ചെയ്യാം. ഇതിനപ്പുറം സ്വരാജിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു സ്പേസ് കിട്ടാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടാണ്. മനസ്സിലായി. അപ്പോൾ അതായത് UDF എന്തൊക്കെ അവിടെ ആയുധങ്ങൾ കൂട്ടിയാലും LDF എന്തൊക്കെ കൂട്ടിയാലും LDFന് വളരാൻ പറ്റുന്നതിന് അല്ലെങ്കിൽ 2026 വലിയ മാറ്റങ്ങളൊന്നും LDFൽ ഉണ്ടാകാനില്ല എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. വരും ദിവസങ്ങളിൽ LDFൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, CPM എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ശേഷം ചർച്ചകളാവും. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.